നമ്മൾ എല്ലാ തരം പ്രൊഡക്ട്സിനും നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്, അഡ്വർടൈസ്മെന്റ്സ്. നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത ഒരു പരസ്യമാണ് ബേബി ഫോർമുലാസിനുള്ള പരസ്യങ്ങൾ. ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത് ഡോക്ടർ അരുൺ ഗുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ഈ വ്യക്തിയുടെ പ്രയത്നങ്ങൾ കാരണം 1992 ഇന്ത്യ ഗവൺമെന്റ് ഇതുപോലെയുള്ള അഡ്വർടൈസ്മെന്റ്സ്, ഇതുപോലെയുള്ള പരസ്യങ്ങൾ, ബേബി ഫോർമുലാസിനുള്ള പരസ്യങ്ങൾ ബാൻ ചെയ്തു. അത് പാടില്ല എന്നുള്ള നിയമം പുറപ്പെടുവിച്ചു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ബേബി ഫോർമുലാസിൽ ഏറ്റവും കൂടുതലുള്ളത് മധുരമാണ്, വേറൊന്നുമല്ല. സ്വീറ്റ്സും ഷുഗേഴ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് നല്ല തുടിച്ച് തടി വെക്കുകയും നന്നായി കവളൊക്കെ തുടിച്ച് വരുന്ന പോലെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അമ്മമാർ എന്ത് വിചാരിക്കും? നല്ല ആരോഗ്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ തടി എന്ന് പറയുന്നത് ആരോഗ്യം ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നല്ല ഫുഡുകൾ കൊടുത്താൽ മാത്രമാണ് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1980-കളിൽ 40,000 ടണ്ണ് ബേബി ഫോർമുലാസ് ആണ് വിറ്റ് കഴിഞ്ഞു പോയിരുന്നത് ഒരു വർഷം. ഈ ഒരു ബാനിന് ശേഷം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് 20,000 ടണ്ണായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നൊരു കുഴപ്പം, ഈ ബേബി ഫോർമുലാസ് കൂടിയത് കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിലെ മുലയൂട്ടുന്ന അമ്മമാരുടെ കണക്കുകൾ വളരെ കുറഞ്ഞു വരികയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ ബേബി ഫോർമുലാസ് നല്ലതാണ് എന്ന് വിചാരിച്ച് അതിന് നിൽക്കേണ്ട. നിങ്ങൾക്ക് മുലയൂട്ടാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് ചെയ്യേണ്ടത്.